ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പൂരു വംശത്തിലെ യയാതി എന്ന രാജാവിൻ്റെ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം കഥയിലേക്ക് പോകാം. ബ്രഹ്മാവിൻ്റെ പുത്രനായ അത്രിയുടെ പുത്രൻ ചന്ദ്രൻ, ചന്ദ്രൻ്റെ പുത്രൻ ബുധൻ, ബുധൻ്റെ പുത്രൻ പുരൂരവസ്, പുരൂരവസിൻ്റെ പുത്രനായ ആയുസിൻ്റെ മകനാണ് നഹുഷൻ, നഹുഷൻ്റെ മകൻ യയാതി, യയാതിയുടെ പുത്രനാണ് പൂരു എന്ന പ്രസിദ്ധനായ രാജാവ്. യയാതി വളരെ ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു. അദ്ദേഹം ശുക്രമണിയുടെ മകളായ ദേവയാനിയെയും വൃഷപർവാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയെയും വിവാഹം കഴിച്ചു. ഈ വിവാഹത്തിനൊരു കാരണമുണ്ട്. പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഐശ്വര്യ മത്സരം ഉണ്ടായി. വിജയം വരിക്കാനായി ദേവന്മാർ ബൃഹസ്പതിയെയും അസുരന്മാർ ശുക്രനെയും ഗുരുക്കന്മാരായി സ്വീകരിച്ചു. ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ ഏറെ വധിക്കപ്പെട്ടെങ്കിലും അവരെല്ലാം ശുക്രൻ മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് വീണ്ടും ജീവിപ്പിച്ചു. എങ്ങനെയെങ്കിലും മൃതസഞ്ജീവിനി മന്ത്രം വശമാക്കണമെന്ന ചിന്തയോടെ ദേവന്മാർ ബൃഹസ്പതിയുടെ മകനായ കജനെ ശുക്രാചാര്യൻ്റെ അടുത്തേക്ക് അയച്ചു. അതിസുന്ദരനായ കജൻ ശുക്രാചാര്യരെ കണ്ട് തന്നെ ശിഷ്യനായി വരിക്കണമെന്ന് അപേക്ഷിച്ചു. ശുക്രാചാര്യൻ അവനിൽ പ്രീതനായി ശിഷ്യത്വം നൽകി വിദ്യകൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങി. ശുക്രാചാര്യൻ്റെ മകളും അതിസുന്ദരിയുമായ ദേവയാനി കജനെ പ്രേമിച്ചു തുടങ്ങി. കജന് പക്ഷേ അവളിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പ്രേമിക്കുന്നതായി നടിച്ചു. എങ്ങനെയെങ്കിലും ഗുരുവിൽ നിന്നും മൃതസഞ്ജീവനി മന്ത്രം ഹൃദ്യസ്ഥമാക്കണമെന്ന് മാത്രമേ കജന് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. അത്രയും കാലം ദേവയാനിയോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ബുദ്ധിയെന്ന് കജൻ കരുതി. അങ്ങനെയിരിക്കെ അസുരന്മാർ കജൻ ബൃഹസ്പതിയുടെ മകനാണെന്നും മൃതസഞ്ജീവനി മന്ത്രം തട്ടിയെടുക്കാൻ വന്നതാണെന്നും മനസ്സിലാക്കി. അവനെ വകവരുത്തണമെന്നുറപ്പിച്ച് ഒരു ദിവസം കാട്ടിൽ വെച്ച് അവനെ പിടികൂടി ഇടിച്ചു കൊന്നു. എന്നിട്ട് മാംസം വെട്ടി നുറുക്കി ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തു. പശുക്കളെ മേയ്ക്കാൻ പോയ കജനെ കൂടാതെ പശുക്കൾ തിരികെ വന്നപ്പോൾ കജന് ആപത്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ ദേവയാനി ശുക്രാചാര്യൻ്റെ അടുത്ത് ചെന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം അവളെയും കൂട്ടി കാട്ടിൽ ചെന്ന് മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെ അകമ്പടിയോടെ കജനെ പേര് ചൊല്ലി വിളിച്ചു. ഉടനെ കജൻ്റെ മാംസം ഭക്ഷിച്ച ചെന്നായ്ക്കളെല്ലാം അവിടെ ഓടിയെത്തി. അവയുടെ വയർ പിളർന്ന് മാംസത്തുണ്ടുകൾ പുറത്തു വന്നു. അവ ഒത്തുചേർന്ന് കജനായി മാറി. ഓടിവരുന്ന കജനെ കണ്ട് ദേവയാനി സന്തോഷിച്ചു. പക്ഷേ അസുരന്മാർ അടങ്ങിയിരുന്നില്ല. അവർ പിന്നെയും കജനെ കൊന്ന് അരച്ച് കടലിൽ കലക്കി. ഇത്തവണയും ദേവയാനിയുടെ സങ്കടം കണ്ട് ശുക്രാചാര്യർ കടൽ തീരത്ത് ചെന്ന് കജനെ വിളിച്ചപ്പോൾ കടൽ തിരകളിൽ നിന്നും കജൻ ഉയർന്നു വന്നു. മൂന്നാം തവണ അസുരന്മാർ കുറെ കൂടെ ക്രൂരമായ പണിയാണ് ചെയ്തത്. അവർ കജനെ കൊന്ന് അരച്ച് മദ്യത്തിൽ കലക്കി ശുക്രാചാര്യർക്ക് കൊടുത്തു. മദ്യപ്രേമിയായ ശുക്രാചാര്യർ അത് മുഴുവൻ കുടിക്കുകയും ചെയ്തു. ഇത്തവണ ദേവയാനിയുടെ കരച്ചിൽ കേട്ട് ശുക്രാചാര്യർ ദിവ്യദൃഷ്ടിയാൽ നോക്കിയപ്പോൾ കജൻ തൻ്റെ വയറ്റിൽ തന്നെയാണ് പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. മന്ത്രം ചൊല്ലി വിളിച്ചാൽ അവൻ പുറത്തു വരും. പക്ഷേ അതോടെ വയർ പിളർന്നു താൻ മരിക്കും. തന്നെ ജീവിപ്പിക്കാൻ കജന് മന്ത്രം പറഞ്ഞു കൊടുക്കണം. ശുക്രൻ തൻ്റെ വയറ്റിനുള്ളിൽ കിടക്കുന്ന കജന് മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലിക്കൊടുത്തു. പിന്നീട് അവനെ പുറത്തേക്ക് വിളിച്ചു. പുറത്തു വന്ന കജൻ ഗുരുവിനെ പുനർജീവിപ്പിച്ചു. അങ്ങനെ തൻ്റെ കാര്യം സാധിച്ച കജൻ ദേവലോകത്തേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ പ്രജ്ഞാവതിയായി ദേവയാനി മുന്നിലെത്തി. അവളുടെ പ്രണയാഭ്യർത്ഥന പല ന്യായങ്ങളും പറഞ്ഞ് കജൻ നിഷേധിച്ചു. അപ്പോൾ കോപിഷ്ഠയായ ദേവയാനി അവനെ ശപിച്ചു. നീ പഠിച്ച വിദ്യ നിനക്ക് ഉപകരിക്കാതെ പോകട്ടെ എന്നായിരുന്നു ശാപം. കേട്ട് ദേഷ്യം വന്ന കജൻ അവളെയും ശപിച്ചു. നിന്നെ ഒരു മുനികുമാരനും വിവാഹം കഴിക്കില്ല എന്നായിരുന്നു കജൻ്റെ ശാപം. അക്കാലത്ത് അസുരന്മാരുടെ രാജാവായിരുന്നു വൃഷപർവാവ്. ശുക്രമുനി അദ്ദേഹത്തിൻ്റെ കുലഗുരുവും. രാജാവിന് ശർമ്മിഷ്ഠ എന്ന സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ശർമ്മിഷ്ഠയും ദേവയാനിയും അടുത്ത ചങ്ങാതിമാരായിരുന്നു താനും. ഒരിക്കൽ ഇരുവരും തോഴിമാരോടൊപ്പം കാട്ടുചോലയിൽ കുളിക്കാനിറങ്ങി. എല്ലാവരുടെയും വസ്ത്രങ്ങൾ അഴിച്ച് മണൽത്തിട്ടയിലിട്ടിരുന്നു. ആ സമയം ആകാശമാർഗത്തിൽ വന്ന ദേവേന്ദ്രൻ ഒരു കുസൃതി കാണിച്ചു. കാറ്റായി ചെന്ന് കന്യകമാരുടെ വസ്ത്രങ്ങൾ അടിച്ച് പറത്തിക്കളഞ്ഞു. അവയെല്ലാം കൂടിക്കുഴഞ്ഞ് ഒരിടത്ത് ചെന്ന് കിടന്നു. കുളി കഴിഞ്ഞ കന്യകമാർ അവരവരുടെ വസ്ത്രം തിരഞ്ഞെടുത്തപ്പോൾ ദേവയാനി എടുത്തെടുത്തത് ശർമ്മിഷ്ഠയുടെ ഉടയാടയായിരുന്നു. അത് കണ്ട് രാജകുമാരി കോപിച്ചു. വാക്ക് തർക്കത്തിൽ തുടങ്ങിയ ശണ്ഠ ഒടുവിൽ ഉന്തും തള്ളുമായി ശർമ്മിഷ്ഠ ദേവയാനിയെ ഒരു പുട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. എല്ലാവരും പോയപ്പോൾ കരയ്ക്ക് കയറാനാവാതെ ദേവയാനി കിണറ്റിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചന്ദ്രവംശ രാജാവായ യയാതി നായാട്ട് കഴിഞ്ഞ് ആ വഴി വന്നു.
കിണറ്റിൽ നിന്നും കരച്ചിൽ ശബ്ദം കേട്ട് അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ ദേവയാനി കിണറ്റിൽ കിടക്കുന്നത് കണ്ടു. അദ്ദേഹം ദേവയാനിയെ കൈപിടിച്ച് കരയ്ക്ക് കയറ്റി. അന്യോന്യം പരിചയപ്പെട്ട ശേഷം ഇരുവരും അവരവരുടെ വഴിക്ക് പോയി. ദേവയാനി പിതാവായ ശുക്രാചാര്യരെ കണ്ട് ശർമ്മിഷ്ഠ തന്നോട് കാണിച്ച അതിക്രമം വർണ്ണിച്ചു കേൾപ്പിച്ചു. രാജകുമാരി എന്ന അഹങ്കാരം കൊണ്ടാണ് അവളിത് ചെയ്തത്. അച്ഛനാണ് അവളുടെ പിതാവിൻ്റെ കുലഗുരു എന്നുപോലും അവൾ മറന്നു എന്നിങ്ങനെയൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ ശുക്രാചാര്യൻ മകളെയും കൂട്ടി വനമധ്യത്തിൽ പോയി താമസം തുടങ്ങി. ഗുരു പിണങ്ങിപ്പോയതാണെന്നും കാരണക്കാരി തൻ്റെ മകളാണെന്നും മനസ്സിലാക്കിയ രാജാവ് ഗുരുശാപം ഭയന്ന് ശർമ്മിഷ്ഠയും കൂട്ടി വേഗം വനത്തിലെത്തി മാപ്പ് അപേക്ഷിച്ചു. പരാതിക്കാരി ദേവയാനിയാണെന്നും അവളാണ് തീരുമാനം പറയേണ്ടതെന്നും ശുക്രൻ പറഞ്ഞു. ശർമ്മിഷ്ഠ തൻ്റെ ദാസിയായി ജീവിതകാലം മുഴുവൻ കഴിയണമെന്നായിരുന്നു ദേവയാനി പറഞ്ഞ പരിഹാരം. ഗുരുശാപം ഭയന്ന് ശർമ്മിഷ്ഠ അത് സമ്മതിച്ചു. ആ ഇടയ്ക്ക് യയാതി മഹാരാജാവ് വീണ്ടും നായാട്ടിനായി കാട്ടിലെത്തി. ദേവയാനിയെ കണ്ട് പഴയ പരിചയം പുതുക്കുകയും അവൾ വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ശുക്രാചാര്യൻ സന്തോഷപൂർവ്വം അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. യയാതി ദേവയാനിയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് മടങ്ങുമ്പോൾ ദേവയാനിയുടെ 2000 തോഴിമാരി രാജകുമാരി ശർമ്മിഷ്ഠയും ഉണ്ടായിരുന്നു. ദേവയാനി ഒരു പുത്രനെ പ്രസവിച്ചു. അതിനിടെ ഒരിക്കൽ യയാതി തോഴിയായ ശർമ്മിഷ്ഠയെ കാണുകയും അവളിൽ അനുരാഗം ജനിക്കുകയും അവർ ദേവയാനി അറിയാതെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുകയും ചെയ്തു. ശർമ്മിഷ്ഠയ്ക്കും ഒരു പുത്രൻ ജനിച്ചു. ശർമ്മിഷ്ഠ പ്രസവിച്ചതെറിഞ്ഞ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ദേവയാനി അന്വേഷിച്ചു. ശർമ്മിഷ്ഠ ചില കള്ളങ്ങൾ പറഞ്ഞു രക്ഷപ്പെട്ടു. ഇക്കാലത്ത് ദേവയാനിക്ക് ഒരു മകൻ കൂടി ഉണ്ടായി. മൂത്ത മകൻ യദു, രണ്ടാമൻ തുർവസു. ശർമ്മിഷ്ഠയും ഇതിനിടയിൽ 2 പുത്രന്മാർക്ക് കൂടി ജന്മം നൽകി. ദ്രുഹ്യു, അനുദ്രുഹ്യു, പൂരു എന്നിവയായിരുന്നു ശർമ്മിഷ്ഠയുടെ പുത്രന്മാരുടെ പേരുകൾ. ഒളിച്ചു വെച്ചതെല്ലാം ഒരു നാൾ പുറത്തായി. യയാതി തന്നെയാണ് ശർമ്മിഷ്ഠയുടെ മക്കളുടെയും അച്ഛൻ എന്നറിഞ്ഞ ദേവയാനി കോപാവേശത്തോടെ ഓടി തൻ്റെ അച്ഛനെ കണ്ട് വിവരമെല്ലാം ധരിപ്പിച്ചു. പുത്രി വാത്സല്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആ പിതാവാകട്ടെ യയാതിയെ ശപിച്ചു. അകാല വാർദ്ധക്യം ബാധിച്ച് ജരാനരകൾക്ക് ഇരയാകട്ടെ എന്നതായിരുന്നു ശുക്രാചാര്യരുടെ ശാപം. അറിഞ്ഞ് പരിഭ്രാന്തനായ യയാതി ശുക്രമുനിയെ കണ്ട് കാലിൽ വീണ് ശാപമോചത്തിനായി അപേക്ഷിച്ചു. മക്കളിൽ ആരെങ്കിലും വാർദ്ധക്യം ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ അവന് കൈമാറിക്കൊള്ളാനാണ് ശുക്രൻ പറഞ്ഞത്. യയാതി തൻ്റെ മക്കളെ ഓരോരുത്തരെയായി വിളിച്ച് ഈ ആവശ്യം പറഞ്ഞപ്പോൾ പൂരു ഒഴികെയുള്ളവരെല്ലാം അച്ഛൻ്റെ അപേക്ഷ നിഷേധിച്ചു. പൂരുവാകട്ടെ അച്ഛൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങാൻ സന്തോഷം തയ്യാറായി. യയാതി പൂരുവിന് വാർദ്ധക്യം കൈമാറി യൗവനം ഏറ്റുവാങ്ങി പിന്നെയും 1000 വർഷക്കാലം ലോകഭോഗങ്ങളെയെല്ലാം ആസ്വദിച്ചു. ഒടുവിൽ മോഹം ഒരിക്കലും ഒടുങ്ങുകയില്ലെന്നും ഭോഗങ്ങൾ ആസ്വദിച്ച് മതിവരിക എന്നത് സംഭവിക്കുകയല്ലെന്നും തിരിച്ചറിഞ്ഞ യയാതി പൂരുവിന് യൗവനവും രാജ്യവും നൽകി വാർദ്ധക്യം ഏറ്റെടുത്ത് വനവാസത്തിന് പോയി. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ പൂരു വംശത്തിൽ തന്നെയുള്ള ദുഷ്യന്ത മഹാരാജാവിൻ്റെ കഥയുമായിട്ട് വരാം. ടാറ്റാ.